വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ലിവർപൂളിൻ്റെ മാച്ചായിരുന്നു. വോൾസിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ മൊളിന്യൂവിൽ വെച്ചിട്ട് ലിവർപൂൾ 2-1 പരാജയപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രീമിയർ ലീഗിൻ്റെ റെയിനിങ് ചാമ്പ്യന്മാരായിട്ടുള്ള ലിവർപൂൾ ഇപ്രാവശ്യം തപ്പിത്തടയുന്നതാണ് കാണുന്നത്. നമ്മൾ സീസണിലുടനീളം അവരൊരു ചെറുതായിട്ടൊരു ഫോം പിക്ക് ചെയ്തിട്ട് വരും, പിന്നെയും എന്തെങ്കിലും ഒരു ഹിക്കപ്പ് വരും. ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് കുറച്ച് ഗെയിംസ് അവർ വിൻസ് ആയാലും അല്ലെങ്കിൽ ഡ്രോ ആയാലും സ്റ്റിച്ചപ്പ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു കോൺഫിഡൻസിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നായാലും കളിക്ക് ശേഷം ആർനെ സ്ലോട്ട് നല്ല രീതിയിൽ ലിവർപൂളിൻ്റെ പ്ലെയേഴ്സിനെ ആയാലും ഗെയിമിങ്ങിൻ്റെ സ്റ്റൈലിനെ ആണെങ്കിലും അദ്ദേഹം തന്നെ എടുത്തു പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ലിവർപൂൾ നന്നായി കളിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഗോൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ മത്സരം കണ്ടപ്പോഴും നമുക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്ലിയർ കട്ടായിട്ടുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടല്ല, അവരെ ക്രിയേറ്റിംഗ് ചീഫ് എന്ന് പറയാനായിട്ടുള്ള മോസല തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഒരു ഗോൾ വന്നത് ഏകദേശം 3-4 മാസങ്ങൾക്ക് മുന്നെയാണ്. നവംബർ 2025 അദ്ദേഹത്തിൻ്റെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ്. അതിനുശേഷം ഒരു 14-15 മണിക്കൂറോളം ഒരു ഡ്രോട്ടിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നായിരുന്നത്. ഒരു ഗോൾ പോലും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് അത് നേടാൻ പറ്റി. പക്ഷേ അതൊരു വിന്നിംഗ് ഗോളായിട്ട് മാറ്റാനായിട്ട് ലിവർപൂളിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഈക്വലൈസർ പോലെയാണ് ലിവർപൂൾ നേടിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു പ്രകടനം വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു സീസണിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു എന്താ പറയുക ക്വാളിഫിക്കേഷൻ നേടാനായിട്ട് അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടി വരും. എങ്ങനെ പോയാലും അവർ നല്ല രീതിയിൽ അഡീഷൻസൊക്കെ ഈ ഒരു സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അലിസാഗിൻ്റെ കാര്യം നമുക്കിനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അവരുടെ ടോപ്പ് സ്ട്രൈക്കർ ടാർഗറ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ എക്കിറ്റൊക്കെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഗോൾ അടിക്കാൻ അദ്ദേഹം മറന്നുപോയ പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാച്ചിലേക്ക് വരുമ്പോൾ ഒരുപാട് ചാൻസ് ഒന്നും ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈവൻ വോൾസ് ആണെങ്കിൽ പോലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ചുമ്മാ അറ്റാക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യും. ഫൈനൽ തേർഡിൽ എത്തുമ്പോൾ ഗോൾ അടിക്കാൻ മറന്നു, കുറേ ക്രോസസ് വരും, അതെല്ലാം രണ്ട് ടീമുകളായാലും ഡിഫെൻഡ് ചെയ്തിട്ട് പോകും. ഈ ഒരു രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ലിവർപൂളിനെ സംബന്ധിച്ചിട്ട് അവർക്ക് കൂടുതലും സെൻട്രലി പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സൈഡാണ്. കൂടുതലും അവർ ഒരു ഫൈനൽ തേർഡ് ഭാഗത്തൊക്കെ എത്തുമ്പോഴേക്കും അവർ വിങ്ങൊക്കെ കൂടുതലും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ വോൾസ് അതെല്ലാം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ടാണ് കണ്ടത്. അവരൊരു ലോ ബ്ലോക്കിൽ ഇരിക്കാനായിട്ടില്ല വന്നിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് മുന്നോട്ടൊന്നും നോക്കാനില്ല. റിലേഗേഷൻ ബാറ്റിലാണ് ഓൾറെഡി ഇരിക്കുന്നത്. ഈ ഒരു സീസൺ കഴിഞ്ഞ ഏകദേശം ഒരു 90-95% അവർ ചാമ്പ്യൻഷിപ്പിലേക്ക് തരം താഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ട് ഈ ഒരു സീസൺ നല്ലൊരു ഹൈയിൽ എൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ കഴിഞ്ഞ ഒരു 3 ഹോം മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പാറ്റേണായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ലീഗ് ലീഡേഴ്സായിട്ടുള്ള ആഴ്സണൽ, അതായത് ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് വന്നിട്ട് പോലും അവർക്ക് ഇവിടുന്ന് 1 പോയിന്റ് മാത്രമായിട്ടാണ് മടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളത്. 2-2 എന്നുള്ള രീതിയിൽ ആ ഒരു കളി പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഹോം മത്സരത്തിൽ ആസ്റ്റൺ വില്ലേനെ അവർ 2-0 എന്നുള്ള രീതിയിൽ ക്ലീൻ ഷീറ്റ് അടക്കം തോൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കളിയിലാണെന്നുണ്ടെങ്കിൽ ലിവർപൂളിനെ 2-1 എന്നുള്ള രീതിയിലും അവർ തോൽപ്പിക്കുന്നുണ്ട്. അതിനും മാത്രം അവർക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സോ അല്ലെങ്കിൽ ലിവർപൂളിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു സ്കോർ സ്ട്രെങ്തോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വോൾ സൈഡിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് അവർ ലീഗിലെ ഏറ്റവും താഴത്തെ സ്ഥാനത്തിരിക്കുന്നതും റിലഗേഷനായി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളതും അവർക്ക് ഇങ്ങനെ ഒരു ടാലൻറ്റിൻ്റെ അഭാവവും അല്ലെങ്കിൽ ഒരുപാട് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ആ ഒരുപാട് ക്വാളിറ്റി പ്ലെയേഴ്സ് ഇല്ലാത്തതിൻ്റെയൊക്കെ ഒരു കാര്യം കൊണ്ടാണ്. ഇനിയിപ്പോൾ ലിവർപൂളിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും 5ാം സ്ഥാനത്താണ് ഉള്ളത്. പക്ഷേ തൊട്ട് താഴെയുള്ള ചെൽസിനൊക്കെ അവരിപ്പോൾ ഒരു കളി കൂടുതൽ കളിച്ചിട്ടുണ്ട്. ചെൽസിക്ക് ഇനി അടുത്തൊരു ഗെയിമിൽ അവർക്ക് ആസ്റ്റൺ വില്ലയായിട്ടാണ് തോന്നുന്നു ഗെയിം ഉള്ളത്. അവർക്ക് ആസ്റ്റൺ വില്ലേനെ വില്ല പാർക്കിൽ പോയിട്ട് തോൽപ്പിക്കണം. എന്നാൽ മാത്രമാണ് ലിവർപൂളിനേക്കാളും മേളിലേക്കുള്ള പൊസിഷനിൽ പോകാൻ പറ്റുള്ളൂ. ഗോൾ ഡിഫറൻസിൽ ചെൽസിക്ക് ലിവർപൂളിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഗോൾ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു ജയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒബ്വിയസ്ലി 5ാം സ്ഥാനത്തേക്ക് പോകാനായിട്ട്, അതായത് ചാമ്പ്യൻസ് ലീഗ് പൊസിഷൻ, ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് പൊസിഷനിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനിയും പക്ഷേ വില്ലേനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആ ഒരു മാച്ച് ജയിക്കേണ്ട മാച്ചാണ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന മാൻ യുണൈറ്റഡ് ആയിട്ട് അവർക്ക് സെയിം പോയിൻറ്റ്സ് ആണ് ഉള്ളത്. ആ ഒരു ഗോൾ ഡിഫറൻസിൽ മാത്രമാണ് യുണൈറ്റഡ് 3ാമതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വില്ലയ്ക്ക് ഇനിയും ആ ഒരു റണ്ണ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇനി എന്തായാലും വരുന്ന ഗെയിംസ് എല്ലാം മസ്റ്റ് വിൻ ആണ്. പക്ഷെ അവർക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് രാത്രിയിലെ കളികളിൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. ഇനി മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലിവർപൂൾ ആയാലും ബോൾസ് ആണെങ്കിലും 2 സൈഡിലും ഗോൾ കീപ്പർമാരെ വലിയ കാര്യമായിട്ടൊന്നും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജോസെ ആണെങ്കിലും നല്ലൊരു കമാൻഡിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അലിസൺ ആണെങ്കിൽ വലിയ കാര്യമായിട്ട് ബോൾസിൻ്റെ ഫോർവേഡ്സ് ഒന്നും ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
ലിവർപൂൾ ആകെ 4-5 അറ്റംപ്റ്റ് മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 1-2 ഷോട്ട് ഓൺ ടാർഗറ്റ്, അതും വളരെ വീക്കായിട്ടുള്ള അറ്റംപ്റ്റുകൾ കാര്യങ്ങളാണ് ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഇനി വോൾസ് ആണെങ്കിൽ അവർക്കൊരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് പോലും ഫസ്റ്റ് ഹാഫിൽ നടത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ മത്സരം ഈ ഒരു രീതിയിൽ വോൾസ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ട് അവർക്ക് ഒരു പോയിൻ്റെങ്കിൽ ഒരു പോയിൻ്റ് അവർക്ക് നേടിയെടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് മത്സരത്തിൽ പ്രത്യേകിച്ചൊന്ന് എടുത്ത് പറയാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫിലുള്ളത് ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, ഒന്നല്ല 2 മൊമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് നമുക്കറിയാം ഡിയോഗോ ജോട്ട ഈ വർഷത്തിൻ്റെ, അതായത് ഈ ഒരു പ്രീമിയർ ലീഗ് വർഷത്തിൻ്റെയൊക്കെ തുടക്കം ഒരു സമയത്ത് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരു കാർ അപകടത്തിൽ. സോ അദ്ദേഹം 2 ടീമിന് വേണ്ടിയും കളിച്ചിട്ടുള്ള പ്ലെയറാണ്. ആദ്യം വോൾസിന് വേണ്ടിയും പിന്നീട് ലിവർപൂളിന് വേണ്ടിയും കളിച്ചിട്ടുള്ള പ്ലെയറാണ്. സോ വോൾസിൽ അദ്ദേഹം 18 നമ്പർ ജേഴ്സിയാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ലിവർപൂളിൽ 20 നമ്പർ ജേഴ്സി ആയിരുന്നു. സോ ഈ ഒരു 2 മിനിറ്റ് വന്നപ്പോഴും ആരാധകർ കൈയടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിമെമ്പറൻസ് കാര്യങ്ങളെല്ലാം ഇതാക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു, അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴേക്കും ലിവർപൂൾ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാവൻബർഗിനെ മാറ്റിയിട്ട് ജോൺസിനെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രാവൻബർഗിന് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഫൗള് കമ്മിറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ അതിന് പകരം ജോൺസിനെ കൊണ്ടുവന്നിട്ട് കൂടുതലും അറ്റാക്കിംഗ് ആയിട്ട് കൂടുതൽ മെൻറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ കളിയുടെ ആ ഒരു സെക്കൻഡ് ഹാഫിലെ തുടക്കത്തിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ലിവർപൂൾ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അവർ കൂടുതലായിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുകയും അതുപോലെ തന്നെ വോൾസിൻ്റെ ആ ഒരു പെനാൽറ്റി ഏരിയ ഭാഗത്തൊക്കെ കൂടുതലും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അറ്റംപ്റ്റുകൾ നടത്താനും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. തുടരെ കോർണറുകൾ കിട്ടും, അതിൽ നിന്നുള്ള അറ്റംപ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അവർക്ക് ആ ഒരു ഗോളിലേക്ക് ബോൾ എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഒരവസരത്തിൽ മാത്രം അവർക്കൊരു ഈസി ചാൻസ് അല്ലെങ്കിൽ ഒരു മസ്റ്റ് ഗോൾ കിട്ടേണ്ട ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ബോൾസ് അല്ല അവർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബോൾസിനെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെയും ലിവർപൂൾ താരങ്ങളാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെ വന്നതെന്നുണ്ടെങ്കിൽ ഒരു കോർണർ സല എടുത്ത ഒരു കോർണർ അവിടെ ബോൾ ഒരു പിൻ ബോൾ സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണ്. ബോൾ അവിടെ ഇവിടെ തട്ടി പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ജോൺസ് തൻ്റെ ബോഡി അല്ലെങ്കിൽ ചെസ്റ്റ് ഉപയോഗിച്ചിട്ട് ബോൾ തട്ടി ഉള്ളിലേക്ക് ആവാൻ നോക്കുമ്പോൾ അവിടെ ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്നത് വോൾസിൻ്റെ ഒരു പ്ലെയർ അല്ല, അത് കോഡി ഗാഗ്ബോ ആയിരുന്നു. അദ്ദേഹം കാല് വെച്ചിട്ട് തട്ടാനാണ് ശ്രമിച്ചതെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലിൽ തട്ടിയിട്ട് വീണ്ടും ബോൾ ബലൂണപ്പ് ചെയ്ത് പോവുകയും അവിടെ നിന്ന് ക്രോസ് ബാറിൽ തട്ടിയിട്ട് അത് പിന്നെ അവിടെ നിന്ന് വോൾസ് സേവ് ചെയ്യുന്നതാണ് കണ്ടത്. ഡിഫൻഡേഴ്സും എല്ലാവരും കമ്മിറ്റ് ചെയ്തിട്ട് അത് സേവ് ചെയ്യുന്നതാണ് കണ്ടത്. സോ ഈ ഒരു രീതിയിലാണ് കളി പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വോൾസും കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 3-4 പേരോളം ചേഞ്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്ന റോഡ്രിഗോ ഗോമസിനെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അത് 70ാമത്തെ മിനിറ്റിലാണ് ഉണ്ടായത്. ഈവൻ 78ാമത്തെ മിനിറ്റ് വരെ അല്ലെങ്കിൽ 77ാമത്തെ മിനിറ്റ് വരെ വോൾസിൻ്റെ സൈഡിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് ഓൺ ഗോൾ പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓൺ ഗോളാണ് അവർക്ക് അത് ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ലിവർപൂളിൻ്റെ അറ്റാക്കായിരുന്നു. അവർ നല്ല രീതിയിൽ കയറി നിന്നിട്ട് വോൾസിൻ്റെ ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യാനും അവിടെ നിന്ന് ഗോൾ കണ്ടെത്താനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് അവിടെ നിന്ന് ബോൾ വിൻ ബാക്ക് ചെയ്യുന്നത് നമ്മുടെ വോൾസിൻ്റെ ഡിഫൻഡർ അദ്ദേഹം ഒരു ലോങ് ബോൾ കൊടുക്കുകയാണ്. സോ ആ ലോങ് ബോൾ അരക്കൊടാര എന്ന് പറയുന്ന ഒരു സബിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വോൾസ്. അദ്ദേഹം അവിടെ നിന്ന് ബോൾ വാൻ ഡൈക്കിനെ കബളിപ്പിച്ചിട്ട് ബോൾ വിൻ ചെയ്തിട്ട് റോഡ്രിഗോ ഗോമസിനെ റിലീസ് ചെയ്യാണ്. അദ്ദേഹം സ്ട്രൈറ്റ് റണ്ണ് നടത്തിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫ്ലിക്ക് വഴി അലിസൻ്റെ മേളിൽ കൂടെ ബോൾ ഗോൾ പോസ്റ്റിലേക്ക് വിടുകയാണ്. സോ അതൊരു മനോഹരമായിട്ടുള്ളൊരു ഗോളായിരുന്നു. അതിനുശേഷം വോൾസിൻ്റെ ആരാധകരും പ്ലെയേഴ്സ് എല്ലാം കൂടി മനോഹരമായിട്ട് അത് സെലിബ്രേറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ലിവർപൂളിന് അപ്പോഴും തിരിച്ചു വരാനുള്ളൊരു സമയവും കാര്യങ്ങളുണ്ടായിരുന്നു. 76-77ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് വീണ്ടും ലിവർപൂൾ പിന്നെയും അറ്റാക്കുകൾ കാര്യങ്ങളൊക്കെ തുടർന്ന് അവർക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എങ്കുമോനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എങ്കുമോയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫാർ പോസ്റ്റിലേക്ക് അദ്ദേഹം ഒന്ന് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഡിഫൻഡേഴ്സിൻ്റെ കാലിൻ്റെ ഇടയിലൊക്കെ. പക്ഷേ അത് ജോസേഴ്സ് നല്ല രീതിയിൽ സേവ് ചെയ്തിട്ട് പോസ്റ്റ് തട്ടി പോകുന്നതാണ് കണ്ടത്. അതിനുശേഷമാണ് സലയുടെ ഗോൾ വരുന്നത്. സലയ്ക്ക് ഇതുപോലെ ഒരു കൗണ്ടർ അറ്റാക്കിങ് സിറ്റുവേഷൻസ് കിട്ടി. അദ്ദേഹം ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്ത് പോയിട്ട് തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം ഒരു സൗസിദ്ധമായിട്ടുള്ളൊരു സലയുടെ ഗോളുണ്ടല്ലോ, ആ ഒരു രീതിയിൽ അദ്ദേഹം അവിടെ ഗോൾ നേടി. അങ്ങനെ ഒരു ഏകദേശം 15 മണിക്കൂറോളം ഒരു ഓൺ ഫീൽഡ് മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ഗോൾ നേടാൻ പറ്റിയിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ. ഈ സീസണിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോ സ്കോറിങ് സീസണാണ്. ഇപ്പോൾ 5ാമത്തെ ഗോൾ മാത്രമാണ് നേടിയിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനി അടുത്തൊരു കളിയിലേക്ക് അദ്ദേഹത്തിന് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു
ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിക്കാൻ പറ്റാത്തത് അവരുടെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്നതും അതുപോലെ തന്നെ ഇനിയൊരു മുന്നോട്ടുള്ള പോരാട്ടത്തിനും അവർക്ക് എങ്ങനെയാണ് അത് പിക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. സോ ഇങ്ങനെ കളി പിന്നീട് പുരോഗമിച്ച് പോവുകയാണ്. ഈ ഒരു ഗോൾ വന്നതിന് ശേഷം വോൾസും കുറച്ചുകൂടി അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇഞ്ചുറി ടൈമിലേക്ക് കളി കടന്നു. എന്നിട്ടാണ് വോൾസ് രണ്ടാമത്തെ ഗോൾ നടന്നത്. അത് അലിസൻ്റെ കയ്യിലേക്ക് ബോൾ എത്തിയിട്ട് അലിസൺ അവിടെ നിന്ന് ഒരു ക്ലിയറൻസ് എടുത്തുമ്പോൾ ഒരു ബാഡ് ക്ലിയറൻസ് ആയിരുന്നു. അത് നേരെ വോൾസിൻ്റെ പ്ലേയേഴ്സിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ആന്ധ്രയ്ക്ക് ബോൾ കിട്ടുകയാണ്. അദ്ദേഹം ജസ്റ്റ് അവിടെ നിന്നൊരു വേഗമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടത്തി. അതൊരു ലോ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷേ അവിടെ ഗോമസിൻ്റെ കാലിൽ തട്ടിയിട്ട് ബോൾ വീണ്ടും അതൊരു ഡിഫ്ലക്റ്റഡ് ആയിട്ട് ബലൂൺ അപ്പ് ചെയ്ത് വീണ്ടും അലിസൻ്റെ മുകളിലൂടെ പോയിട്ടാണ് ആ ഗോളും വന്നിട്ടുണ്ടായിരുന്നത്. സോ അത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അൺലക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ഈ ഒരു ഇഞ്ചുറി ടൈമിൽ അവരും ഗോളുകൾ അടിക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. അവർക്കെതിരെയും ടീമുകൾ ഗോളുകൾ അടിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു സീസണിൽ തന്നെ. ഇത് ഏകദേശം 7ാമത്തെ 8ാമത്തെ തവണയാണ് ഈ ഒരു സീസണിൽ ഇതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ 94ാമത്തെ മിനിറ്റിൽ ആന്ധ്ര ഗോൾ നേടുകയാണ്. 2-1 എന്നുള്ള രീതിയിൽ സ്കോർ ലൈൻ മാറാണ്. പിന്നീട് ലിവർപൂളിന് എന്തായാലും തിരിച്ചടിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. കളി അങ്ങനെ തന്നെ അവസാനിക്കുകയായിരുന്നു. സോ അനദർ ഡിഫീറ്റാണ് സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് ഈ ഒരു മത്സരം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ 99ാമത്തെ മത്സരത്തിൽ 62ാമത്തെ വിജയം നേടിയിട്ട് ഏറ്റവും കൂടുതൽ ആ ഒരു ഷോർട്ട് സ്പാനിൽ ഏറ്റവും കൂടുതൽ വിജയം നേടുന്നുള്ള ഒരു മാനേജർ ആവാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇനി നഷ്ടപ്പെട്ടു പോയി. സോ ഇനി നെക്സ്റ്റ് മത്സരത്തിൽ അവർക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. വോൾസിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് 2 കളികൾ അവർ ജയിച്ചിട്ട് ഇപ്പോൾ ഒരു ഇൻഫോം സൈഡായിട്ടാണ് അവർ നിൽക്കുന്നത്. എന്തായിരിക്കും ഇനി അവർ റെലഗേറ്റ് ആവോ, അതല്ല അവരിനി ഒരു എന്താ പറയുക തിരിച്ച് ആ ഒരു റെലഗേഷൻ ബാറ്റിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇനി വരും. പ്രീമിയർ ലീഗിൻ്റെ ആ ഒരു ലാസ്റ്റ് ഫേസിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ എല്ലാ മത്സരങ്ങളും. എന്തായിരിക്കും മത്സരങ്ങളെന്നെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് വരുന്ന വീഡിയോകളിൽ അതെല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.